ശ്രീ എൻ ജയരാജ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ശ്രീ ആന്റണി രാജു, മാണി ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ആശയക്കുഴപ്പമോ പ്രശ്നമോ ഒന്നുമില്ല, അവർ ഉറച്ച നിലപാടിലാണ് എന്നല്ലേ വ്യക്തമാകുന്നത്. ഒപ്പം ഇത് UDF-ഉം കോൺഗ്രസും ഒക്കെ ചർച്ച ചെയ്യുകയാണല്ലോ, ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊള്ളട്ടെ എന്ന നിലപാട് അവർ സ്വീകരിക്കുമ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായിട്ട് അഭിമാനക്ഷതം ഒന്ന് കുറഞ്ഞെങ്കിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വരികയില്ല ജോസഫിന് എന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ? അല്ല, ഇത് പി ജോസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസുമായിട്ട് സംസാരിക്കാൻ തയ്യാറായത്? ഇത് മാണി ഗ്രൂപ്പിനകത്ത് തീർക്കേണ്ട പ്രശ്നമല്ല. ഒരു പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നം തീർക്കുന്നത് കോൺഗ്രസിന്റെ പടിവാതിൽക്കൽ വെച്ചല്ലല്ലോ, കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പിൽ പോയി കേണപേക്ഷിച്ചിട്ടല്ലോ. ഇന്നലെ വരെ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേരള കോൺഗ്രസിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ കാൽക്കീഴിൽ കൊണ്ട് പണയപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ പി ജോസ് സാർ കോൺഗ്രസ് നേതാക്കന്മാരെ കാണുന്നതിന് പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കന്മാർ കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അപ്പൊ ആ ഉറപ്പ് പാലിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പൊ അല്ലെങ്കിൽ നിറവേറ്റുന്നില്ല എങ്കിൽ എന്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചതിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മോഹം കൊടുത്ത് വാക്ക് പാലിക്കണം എന്നുള്ള ആവശ്യപ്പെടാൻ മാത്രമാണ് ഇപ്പൊ പി ജോസ് സാർ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുത്തിരുന്ന വാക്ക് ഒരു സീറ്റിന്റെ ഉറപ്പ് എന്നതിനപ്പുറത്തേക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, പാർട്ടി പിളർന്ന് രണ്ടായാൽ പ്രത്യേക ഘടകകക്ഷിയായിട്ട് അംഗീകരിക്കാവുന്ന ഉറപ്പ്, വളരെ വ്യക്തമായ ഉറപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? അങ്ങനെ ആ ഉറപ്പ് പാലിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ KM മാണി തടസ്സം നിന്നാൽ KM മാണിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാനുള്ള ബാധ്യത കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളതാണ് പി ജോസ് സാറിന്റെ നിലപാട്. അതുകൊണ്ട് അതെങ്ങനെയാണ് ശ്രീ ആന്റണി രാജു KM മാണിക്ക് അതിനെ തടയാനാവുക? അദ്ദേഹവും ഞാൻ പുറത്തു പോവുകയാണെന്ന തീരുമാനം അദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന ചർച്ചകൾക്കകത്തുകൂടിയല്ലേ പോകാനാവുകയുള്ളൂ. ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമമൊന്നും അതിനകത്ത് ബാധകമാകാതെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ട നിലപാട് കോൺഗ്രസ് കൂടെ എടുക്കുമ്പോൾ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ KM മാണി അങ്ങനെ ഉറച്ചുനിന്ന് പൂർണ്ണമായിട്ടും അപമാനിച്ചു മാത്രമേ വിടുകയുള്ളൂ എന്ന നിലപാടൊക്കെ രാഷ്ട്രീയത്തിൽ സാധ്യമാകുന്ന കാര്യമാണോ KM മാണിയുടെ ഭാഗത്ത് നിന്ന്? അല്ല, ഇത് അപമാനിച്ചു വിടുന്നതിന്റെ അല്ലല്ലോ. KM മാണിയുടെ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച നേതാക്കന്മാരെ KM മാണിക്ക് എതിരായിട്ട് വാളും കൊടുത്ത് വിടാൻ അദ്ദേഹം തയ്യാറാവുമോ? അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ളതല്ലേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാവും ചെയ്യുന്നത്. തങ്ങൾക്കെതിരെ വാളോങ്ങി നിൽക്കുന്ന, പാർട്ടിക്കകത്ത് വാളോങ്ങി നിൽക്കുന്ന, തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച്, തങ്ങളുടെ പാർട്ടിക്കാരായി മത്സരിച്ച്, തങ്ങളുടെ പാർട്ടിയിലെ മെമ്പർമാരായിരുന്നുകൊണ്ട് മത്സരിച്ച് ജയിച്ച് MLA മാരായതിനു ശേഷം തങ്ങളുടെ സ്വന്തം പാർട്ടിക്കെതിരെ പോരാടാൻ വേണ്ടി MLA സ്ഥാനവും കൊടുത്തുകൊണ്ട് വേറൊരു ഘടകകക്ഷിയായി ഈ മുന്നണിയിൽ നിർത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കന്മാരോ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവും പാർട്ടിയും തയ്യാറാകുമോ? അതുമാത്രമല്ല, പി ജോസഫ് സാറിനെയും കൂട്ടിനെയും പ്രത്യേക ഘടകകക്ഷിയായി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാണി ഗ്രൂപ്പിനുള്ള കടുത്ത വെല്ലുവിളിയാണത്, അവരിതിനകത്ത് നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് അവർ പുറത്തു പോകുന്നതാണ് മാണി ഗ്രൂപ്പിന് അഭികാമ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് ഈ 16 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായി നോക്കുമ്പോൾ KM മാണിയെ കൂടെ നിർത്തുന്നതാണ് നേട്ടം എന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ PJ ജോസഫിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ല അപമാനിതനായിട്ട് തുടരുക എന്നതല്ലാതെ. ആ പാർട്ടിക്ക് അകത്ത് നിന്ന് പോയിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി UDF-നകത്ത് ചേരുക സാധ്യമല്ല. ഇനി ആ മുന്നണി തന്നെയും വിട്ട് ഇടതുപക്ഷ മുന്നണിക്കകത്തേക്ക് വരിക, നിങ്ങളെപ്പോലുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുക എന്നതും സാധ്യമല്ല. ഇതൊരു ഊരാക്കുടുക്കാണ് PJ ജോസഫിന്. ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനാകാത്ത വിധം അദ്ദേഹം അതിനകത്ത് പെട്ടുകിടക്കുകയാണ്. സീറ്റും കിട്ടുകയില്ല, അപമാനം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്നുണ്ടായിരിക്കുന്ന അപമാനത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരുപാട് വഴികൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള വിവരം കോൺഗ്രസിനെ അദ്ദേഹം ധരിപ്പിച്ചിട്ടുമുണ്ട്. അതെന്ത് ഓപ്ഷനാണ് ശ്രീ ആന്റണി രാജു ഉള്ളത്? ഈ പറയുന്ന സാങ്കേതികപരമായിട്ട് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളിൽ പെടാതെ ഇങ്ങനെ മാറി നിന്ന് അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കാൻ എന്ത് ഓപ്ഷനാണ് അദ്ദേഹത്തിനുള്ളത്? മാണി സമ്മതിക്കാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന മറ്റൊരു പാർട്ടിയായിട്ട് മറ്റൊരു ബ്ലോക്കായിട്ട് ഇരിക്കാൻ പറ്റുകയില്ല UDF-നകത്ത്. UDF മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത്. കേരളത്തിൽ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം മാത്രമാണുള്ളത്. അപ്പോൾ ഈ സാങ്കേതികമായ തടസ്സങ്ങളിൽ ചെന്ന് പെടുകയില്ലേ ശ്രീ ആന്റണി രാജു? ആ സാങ്കേതികമായ തടസ്സങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞാൽ സാങ്കേതിക തടസ്സങ്ങൾക്കപ്പുറത്തേക്ക് ഉള്ളൊരു വലിയ രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിന്റെ തലപ്പത്ത് വരാൻ കഴിയും. അദ്ദേഹത്തിന് KM മാണിയേക്കാൾ ശക്തനായി കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ കഴിയും. അതിനുള്ള നിലപാട് അദ്ദേഹം എടുക്കുമോ എന്നുള്ളതാണ്. വെറും MLA എന്നുള്ള 3 അക്ഷരം മാത്രമല്ലല്ലോ, അത് 2 കൊല്ലം കൂടെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള രാഷ്ട്രീയവും അതൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കലും നിലപാടെടുക്കലുമായിരിക്കും. ശ്രീ ആന്റണി രാജു, ഇങ്ങനെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ്, നിങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആളുകളെ ഉള്ളൂ ഈ ഭാഗത്ത്. അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വന്നാൽ ജോസഫിന്റെ നേതൃത്വത്തിൽ മുമ്പുണ്ടായിരുന്നത് പോലെ
നമുക്ക് ഇടതുപക്ഷത്ത് തുടരാം എന്നതാണ് നിങ്ങളുടെ ആവശ്യം? അല്ല, ഞങ്ങളുടെ ആവശ്യമല്ല. പി ജെ ജോസഫ് സാർ തന്നെ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുമായി യോജിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം എടുത്തു വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം വഴിയാധാരമാകില്ല, അദ്ദേഹം അനാഥനാകില്ല. ഇന്നത്തെക്കാൾ ശക്തനായ പി ജോസഫായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നാളെ മുതൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. പക്ഷേ ശ്രീ ആന്റണി രാജുവും അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ താങ്കൾ ഈ പറയുന്ന പോലെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, MLA സ്ഥാനം ഇനി അത്ര കാലം മാത്രമേ ബാക്കിയുള്ളൂ, രാഷ്ട്രീയമായിട്ട് ഒന്നുകൂടെ പോയ അഭിമാനം തിരിച്ചുപിടിക്കുകയും നേതൃശേഷി തെളിയിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതാണ് പൂർണ്ണമായിട്ടും ശരി, മുന്നണി തന്നെയും മാറുക എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആലോചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നലെ രാത്രി പുറപ്പെട്ട് രാവിലെ എത്തി ഇന്ന് കോൺഗ്രസ് നേതാക്കളുമായിട്ടും UDF നേതൃത്വവുമായിട്ടും ചർച്ച നടത്തുമായിരുന്നില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും UDF-നകത്ത് തന്നെ തുടരണം എന്ന ആഗ്രഹമാണുള്ളത്. കഴിഞ്ഞ തവണ KM മാണിക്ക് മുന്നണി വിടണം, UDF വിടണം എന്ന താല്പര്യമുണ്ടായപ്പോൾ പോലും ഞങ്ങൾ UDF-നകത്തേ നിൽക്കൂ എന്ന നിലപാട് സ്വീകരിച്ച ആളാണ് KM മാണി. അതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റായിരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, പി ജെ ജോസഫ് സാറിന് UDF-നകത്ത് തന്നെ തുടരണമെന്നാണ് ആഗ്രഹം. പക്ഷേ UDF-നകത്ത് തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് വലിഞ്ഞു കയറി അതിനകത്ത് UDF മീറ്റിംഗിൽ ചെന്ന് കയറാൻ പറ്റുമോ? കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയുള്ളൂ. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോയേ പറ്റൂ, ഒരു സംശയമില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് UDF-ന്റെ മറ്റൊരു ഘടകകക്ഷിയാകുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം UDF-നകത്ത് നിൽക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തെ നിർത്താൻ UDF-ലെ മാണിയുടെ നേതൃത്വം തയ്യാറല്ലെങ്കിൽ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും? കോൺഗ്രസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. അപ്പോ ഒരു ആത്മഹത്യക്ക് എന്തായാലും പി ജോസഫ് സാർ തയ്യാറാകേണ്ട കാര്യമില്ല, രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം രാഷ്ട്രീയമായുള്ള അദ്ദേഹത്തിന് നിലനിൽപ്പായിരിക്കും ഏറ്റവും ഒടുവിൽ നോക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാണിയുമായി നല്ല സഹകരിച്ചു പോയിരുന്ന ഒരാളായിരുന്നല്ലോ പി ജോസഫ് സാർ, എന്തുകൊണ്ടാണ് വിയോജിപ്പിലേക്ക് പോയത്? അതുപോലെ തന്നെ കോൺഗ്രസ് നൽകിയ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ശത്രു ആകാൻ പോകുന്നത് ഇനി കോൺഗ്രസ് ആണ് പി ജോസഫ് സാറിനെ സമയമെടുത്തോളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി UDF-ന് നിൽക്കാൻ എത്ര ആഗ്രഹിച്ചാലും അതിനുവേണ്ടി അദ്ദേഹം എന്തെല്ലാം പ്രസ്താവന നടത്തിയാലും അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ KM മാണി തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ, കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ പി ജോസഫ് സാറിന് മുമ്പിൽ മറ്റെന്തെങ്കിലും ഓപ്ഷന് താങ്കൾ പറയുന്നത് വാലിഡാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ആന്റണി രാജു താങ്കളിലേക്ക്. ശ്രീലാൽ, ഇവിടെ മറ്റൊരു അവസരത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണ്. അതായത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയസാധ്യതയെ വലിയ ബുദ്ധിമുട്ടിലാക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഇത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള തല്ല്, അതിൽ മാണിയാണ് കുറെ കൂടെ ശക്തൻ, മാണി തങ്ങൾക്കൊപ്പം വേണം, ജോസഫിനോട് വാക്ക് പാലിക്കാതെ ജോസഫ് അങ്ങ് പോകട്ടെ എന്ന് തീരുമാനിക്കാമായിരുന്നു കോൺഗ്രസിനും UDF-നും. പക്ഷെ അത് സാധിക്കാത്ത സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഏതെങ്കിലും വിധത്തിൽ ഇതിനൊന്ന് പരിഹരിച്ചെടുക്കാനല്ലേ സാധാരണഗതിയിൽ നോക്കുക. അവർക്ക് മുന്നിൽ ഈ പറയുന്ന പോലെ ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധമുള്ള എന്തെങ്കിലും ഉപാധികൾ ഉണ്ടായിരിക്കുമോ? എന്തെങ്കിലും അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കുമോ? സനീഷ്, തീർച്ചയായും ശ്രമം അത് തന്നെയാണ്. ശ്രീ ആന്റണി രാജു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അതിലേക്ക് എത്തിക്കുന്നതിന് നന്നായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്ര എളുപ്പം അത് സാധിക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പി ജെ ജോസഫ് എന്തായാലും ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും കോൺഗ്രസ് നേതാക്കളെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റു ചില ആലോചനകൾ നടക്കുന്നു. ഇനി ഇതെല്ലാം മാറ്റിവെച്ചാലും ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, തോമസ് ചാഴിക്കാടനെ, കോട്ടയത്ത്. അപ്പുറത്ത് നിൽക്കുന്നത് VN വാസവൻ. എന്ത് തന്നെ പറഞ്ഞാലും ഈ ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പോലും VN വാസവനെ പരാജയപ്പെടുത്താനുള്ള വലിയ ഒരു ശേഷിയുള്ള നേതാവായി തോമസ് ചാഴിക്കാടനെ ആരും കാണുന്നുമില്ല. അപ്പോൾ ആ സ്ഥാനാർത്ഥിയിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ KM മാണി ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകണം. പക്ഷേ പി ജെ ജോസഫിനെ എങ്ങനെ വരുത്തിക്ക് നിർത്താം എന്നുള്ളൊരു ആലോചന ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഉമ്മൻചാണ്ടി എന്ന കഥാപാത്രമാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായിട്ടാണ് ചർച്ച നടത്തുന്നത് പി ജോസഫ്. അതിനുശേഷമാണ് മറ്റ് നേതാക്കളും. അതൊരു പക്ഷേ നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം കൊണ്ടും മറ്റുമാകാം. എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും ഒരു ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഉമ്മൻചാണ്ടി വരുമ്പോൾ കോട്ടയത്ത് നിന്നും തോമസ് ചാഴിക്കാടനെ മാറ്റുകയും ഉമ്മൻചാണ്ടി ആ സ്ഥാനത്ത് കാണുന്ന ദൃശ്യങ്ങൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് എത്തുന്നതാണ്. പി ജെ ജോസഫും രമേശ് ചെന്നിത്തലയെ കാണാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. 3 പേരും ചേർന്നിരുന്ന് ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. തീർച്ചയായും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരേ പ്രധാന ഫോർമുല എന്ന് പറയുന്നത് ഈ കൂടിക്കാഴ്ച. അവിടെ ഉമ്മൻചാണ്ടിയുടെ ഒരൊറ്റ നിമിഷം ശ്രീലാൽ, ഞാൻ താങ്കളിലേക്ക് വരാം. കിരൺ ബാബു അവിടെ ഉണ്ട്. കിരൺ, അവിടെ 3 പേരും ഒന്നിച്ചിരുന്നാണോ ചർച്ച നടന്നത്? ജോസഫ് നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഇരിക്കുന്നിടത്തുണ്ടോ? അവിടേക്കാണോ ഉമ്മൻചാണ്ടി വന്നു ചേർന്നത്? കിരൺ, കേൾക്കാമോ?
കിരൺ, താങ്കൾ കേൾക്കാമോ? ഇല്ല, കിരൺ അവിടെ കേൾക്കാൻ പറ്റത്തില്ല. ശ്രീലാൽ, എന്തായിരിക്കും ഈ വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും അവർക്ക്? തീർച്ചയായും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് കോൺഗ്രസിന് ഇടുക്കി സീറ്റ് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കേണ്ടതുണ്ട്, വെള്ളിയാഴ്ച തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനും സ്ക്രീൻ കമ്മിറ്റി ചേരുകയാണ്. അതിനു മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് മുന്നിലേക്കൊന്നും ഈ കേസ് എത്തേണ്ടതില്ല എന്നല്ലേ അവർ വിചാരിക്കും? അവിടെ എങ്ങും എത്തില്ല. ഇത് കോൺഗ്രസ് ഇവിടെ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ കോൺഗ്രസും കെ മാണിയുടെ നേതാക്കളും പി ജോസഫുമായുള്ള ചർച്ച തന്നെ പരിഹരിക്കപ്പെടും. പക്ഷേ അതിനു മുമ്പ് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്. അതിനുശേഷം മാത്രമേ ഇടുക്കിയിലെ സീറ്റ് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പത്തനംതിട്ടയിലേക്ക് ഒരു ആലോചനയുണ്ടെങ്കിൽ ആ പത്തനംതിട്ടയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതുകൊണ്ട് കോൺഗ്രസിന് ഈ കോട്ടയത്തിന് ചുറ്റുമുള്ള രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം. അത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളാണ്. അവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസ് കണ്ടെത്തേണ്ടത്. അതിന് സമയം വേണം, സാവകാശം വേണം, ചർച്ചകൾ, കൂടിയാലോചനകൾ വേണം. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകും. കാരണം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കവും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമം തന്നെയാണ്. ഞാൻ രാവിലെ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളെല്ലാം വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രശ്നം ഇന്ന് പരിഹരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒരു നിമിഷം, ഞാൻ വരാം താങ്കളിലേക്ക്. കിരൺ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ അവിടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് ഇരുന്ന് പി ജെ ജോസഫുമായി ചർച്ച നടത്തുകയാണോ? ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കാൻ എത്രത്തോളം സാധ്യത അവിടെ കാണുന്നുണ്ട്? സനീഷ്, ഇപ്പോൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ എത്തിച്ചേരും. ഇവർ മൂന്നുപേരും കൂടി ചർച്ച ചെയ്ത് കോൺഗ്രസിന്റെ നിലപാടെന്താണ്, എന്തെല്ലാം ഫോർമുലകളാണ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്, ഇത് സംബന്ധിച്ച് അവർ ഒരു ധാരണയിലെത്തും. അതിനു മുമ്പായി തന്നെ ലീഗുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും അവർ ബന്ധപ്പെടും, KM മാണിയുമായും ഇവർ ബന്ധപ്പെടും. അതിനുശേഷമാവും PJ ജോസഫുമായി ചർച്ച നടത്തുക. PJ ജോസഫും മോൻസ് ജോസഫും TU കുരുവിളയും അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തുക. ഇവരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു 1-2 വഴികൾ കണ്ടെത്തും. ഈ വഴികളായിരിക്കും സ്വാഭാവികമായും മറ്റു നേതാക്കൾ ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലെത്തുന്ന ഒരു തീരുമാനത്തിനായിരിക്കും ഈ പി ജോസഫ് എത്തുമ്പോൾ ജോസഫിന് മുന്നിൽ വെക്കുക. ആ ചർച്ചയുടെ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിൽ തീരുമാനം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇതിലൊരു സമവായം ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയും. കിരൺ, ഇവിടെ PJ ജോസഫ് മത്സരിക്കുക എന്ന സാധ്യത പൂർണ്ണമായി തന്നെ ഇല്ലാതായല്ലോ അല്ലേ? അതായത് ആ ഉപാധി വിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ രാവിലെ ഇറങ്ങിയ പത്രത്തിലും PJ ജോസഫിന്റെ ഇതായി വന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് അത്രമേൽ ആഗ്രഹമുണ്ട് മത്സരിക്കാൻ, മാണിസാർ തന്നെയും അതിന് മുൻകൈയെടുത്ത് സഹായിക്കണം എന്ന മട്ടിലാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപേക്ഷയുടെ ഭാഷയിൽ തന്നെ അദ്ദേഹം തന്റെ മത്സരിക്കാനുള്ള സന്നദ്ധത, ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറേണ്ടി വരും. PJ ജോസഫ് മത്സരരംഗത്തുണ്ടാവുകയില്ല എന്ന കാര്യം നമുക്കിപ്പോൾ ഉറപ്പിക്കാവുന്ന നിലയായോ? സനീഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം PJ ജോസഫിനെ സംബന്ധിച്ച് ജോസഫിന് UDF-ൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. ഏതെങ്കിലും തരത്തിൽ LDF-ലേക്ക് പോകുന്ന വിഷയം അദ്ദേഹം ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ UDF-ൽ തന്നെ എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. മറ്റൊരു പാർട്ടി ആയിക്കൊണ്ട് UDF-ന്റെ ഘടകകക്ഷിയെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ KM മാണിയുടെ അനുവാദം ആവശ്യമാണ്. KM മാണി മറ്റു പാർട്ടി കൂറുമാറ്റ നിരോധന നിയമമടക്കം വരും. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റു പാർട്ടിയെ അംഗീകരിക്കണം. അതിന് KM മാണി തയ്യാറാകുമോ എന്നുള്ളതാണ്. KM മാണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജോസഫിനെ വെട്ടുക എന്നതിനപ്പുറത്തേക്ക് ജോസഫ് സ്ഥാനാർത്ഥിയായി വരരുത്, ജോസഫ് ഗ്രൂപ്പിനെ ആകെ ഒഴിവാക്കുന്നതിന് അപ്പുറത്തേക്ക് ജോസഫ് സ്ഥാനാർത്ഥിയായി വരരുത്. ജോസ് കെ മാണിക്ക് ഭീഷണിയായി ജോസഫ് ഒരിക്കലും ഡൽഹിയിലേക്ക് എത്തരുത് എന്നുള്ളത് തന്നെയാണ് KM മാണിയുടെ. ആ വിഷയത്തിൽ PJ ജോസഫ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ സ്വാഭാവികമായും ചില വിട്ടുവീഴ്ചകൾക്ക് KM മാണി തയ്യാറാകേണ്ടി വരും. KM മാണിക്ക് മുന്നിൽ അത്തരമൊരു നിർദ്ദേശം വെക്കാൻ കോൺഗ്രസിനും കഴിയും. ജോസഫ് സ്ഥാനാർത്ഥിയിൽ പിന്മാറാൻ തയ്യാറാണ്. പക്ഷേ മറിച്ച് ഇപ്പോൾ എടുത്ത സ്ഥാനാർത്ഥിയെ മാറ്റാൻ ഒന്നുകിൽ കേരള കോൺഗ്രസ് M തയ്യാറാവണം, അല്ലെങ്കിൽ സീറ്റുകൾ വെച്ചു മാറാൻ തയ്യാറാവണം. അങ്ങനെ പുതിയ നിർദ്ദേശങ്ങളിലേക്ക്, പുതിയ വഴികളിലേക്ക് കോൺഗ്രസിന് വഴി തുറന്നിടുകയാണ്. അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ജോസഫിനെ സംബന്ധിച്ച് മുന്നണി മാറ്റം എന്നൊരു ആശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അദ്ദേഹം നീങ്ങാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വിലപേശലിനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ജോസഫ് തൽക്കാലം അത്തരമൊരു ആശയത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം നീക്കത്തിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. UDF-ൽ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് അപമാനം സഹിച്ച് തുടരാനാവില്ല. അദ്ദേഹത്തിന് മുന്നിലുള്ള വഴി മറ്റൊരു പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ട് ഘടകകക്ഷിയായി നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാനും കോൺഗ്രസിനും താല്പര്യമില്ല. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി, മധ്യകേരളത്തിലെ 2 പ്രധാന സീറ്റുകളിൽ വിജയത്തെ ബാധിക്കുന്ന ഒരു ഘടകകക്ഷി, സ്വാധീനശേഷിയുള്ള ഘടകകക്ഷി, ആ ഘടകകക്ഷി ഇപ്പോൾ പിളരുന്നത് 2 സീറ്റുകളിലെ വിജയസാധ്യത ബാധിക്കും, കോൺഗ്രസിനടക്കം സീറ്റിലെ വിജയസാധ്യത ബാധിക്കും. അതുകൊണ്ട് ഈ പിളർപ്പ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നാണ് ഇവർ പ്രധാനമായും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോസഫിനെ അകത്ത് നിന്ന് തൽക്കാലം സ്ഥാനാർത്ഥി നിന്ന് ജോസഫ് മാറുകയും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് പകരം മറ്റു സ്ഥാനാർത്ഥി വരികയും ചെയ്യുന്ന ഒരു നിർദ്ദേശത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. നന്ദി കിരൺ, വിവരങ്ങൾക്ക്. അവിടെ പ്രശ്നം പരിഹാരത്തിനായിട്ട് വളരെ വേഗത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചേർന്ന് ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുകയാണ്, ഒന്നിച്ചിരുന്ന്. അല്പസമയത്തിന് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടെ അങ്ങോട്ടേക്ക് എത്തും. അവർ ചേർന്ന് ചില ഉപാധികൾ കണ്ടെത്തിയതിനു ശേഷം ആയിരിക്കും
കെ എം മാണിയോട് സംസാരിക്കുക. കെ എം മാണിയോട് സംസാരിച്ച്, കെ എം മാണി അവിടേക്കില്ല, കോട്ടയത്ത് തന്നെയാണുള്ളത്. കെ എം മാണിയോട് ടെലിഫോണിൽ സംസാരിച്ച് അക്കാര്യം അദ്ദേഹത്തെ കൊണ്ടുകൂടെ സമ്മതിപ്പിച്ചെടുത്തതിന് ശേഷമാണ് പി ജെ ജോസഫിനെയും സംഘത്തെയും വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തുക. പി ജെ ജോസഫ്, മോൻസ് ജോസഫ്, ടി യു കുരുവിള എന്നിവർ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. എന്ന് മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അതിനു മുമ്പ് തന്നെയും ഈ 1-2 മണിക്കൂറുകൾക്കകത്ത് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ആ പരിഹാരം എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കുകയാണെങ്കിൽ, തോമസ് ചാഴിക്കാടനെ പിൻവലിച്ച് ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഇതിന് വഴങ്ങാം, ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങാം, തന്റെ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന നിലപാട് പി ജെ ജോസഫ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കെ എം മാണിക്കോ, മാണി ഗ്രൂപ്പിനോ അദ്ദേഹത്തിന്റെ നേതാക്കൾക്കോ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയുടെയും കാര്യമുണ്ട് എന്ന് തോന്നലില്ല. അവിടെ തോമസ് ചാഴിക്കാടൻ സജീവമായി തന്നെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പി ജെ ജോസഫ് പുറത്തേക്ക് ഇറങ്ങി പോകട്ടെ എന്ന നിലപാട്, പരമാവധി അപമാനിതരായിട്ട് പുറത്തേക്ക് പോയിക്കൊള്ളട്ടെ എന്ന നിലപാടാണ് മാണി ഗ്രൂപ്പിനുള്ളത് എന്ന് പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന മുൻ പാർട്ടി